പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല കേട്ടോ ഈ വീഡിയോ. ചില ചിന്തകൾ മനസ്സിലുദിച്ചപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു, അത്രമാത്രം. പണമെന്ന് കേട്ടാൽ പിണവും വാ പിളർക്കും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ട കാര്യമാണ്. ഇന്നും അതൊരു പരിധിവരെ ശരിയാണെന്ന് തോന്നുമ്പോഴും പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്നുള്ള ഒരു പഴഞ്ചൊല്ല് കൂടി മനസ്സിലേക്ക് വരികയാണ്. എന്തു തന്നെയായാലും ചിലർക്ക് പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ പേര് കിട്ടാൻ വേണ്ടി എന്തിനും ചെലവഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോഴും ജീവിക്കാനുള്ള സാഹചര്യമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ വരാനുള്ള കാരണം, ഒരു ബനാന ഇൻസ്റ്റലേഷന് ലേലം വിളിച്ചത് 52.34 കോടിയാണ്. ആ 52 കോടി 34 ലക്ഷം രൂപയുടെ ഒരു ബനാന വാങ്ങി അദ്ദേഹം കഴിച്ചു. അതിൻ്റെ വീഡിയോസ് വൈറലായി. ആ ഒരു വിഷയം തന്നെ ലോകം മുഴുവൻ 1-2 ദിവസം, ഒരാഴ്ച വരെയൊക്കെ ചർച്ചയിൽ വന്നു. ഇന്നും നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നു, അയാൾക്ക് എന്താണ് വട്ടാണോ 52 കോടി രൂപയ്ക്ക് ഒരു പഴം വാങ്ങി കഴിക്കാൻ? അതൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയിൽ വന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, ആപ്പിളിൻ്റെ ഫൗണ്ടറും CEO ഒക്കെ ആയ കോഫൗണ്ടറായ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം ഇന്ത്യയിലെ കുംഭമേളയിലേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടെഴുതിയ കത്ത് ലേലത്തിൽ പോയത് 4.32 കോടി രൂപക്കാണ്. ഈ മനുഷ്യർ ഈ പണത്തിൻ്റെ വില അറിയാത്തത് എന്തുകൊണ്ടാണ്? ഒരു ലേലം വിളിച്ച് എനിക്ക് പേര് നേടുക എന്നതിനപ്പുറത്തേക്ക് ആ പണം അതിൻ്റെ 100-1 കിട്ടിയാൽ തന്നെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് മാറാൻ പോകുന്ന ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലർക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് പോകുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ ഒന്നും തിരിച്ചു കൊണ്ടുപോവില്ല. ഇവിടെ ഉണ്ടാവുമ്പോൾ 4 ദിവസം ആൾക്കാരെ കൊണ്ട് എൻ്റെ പേര് പറയിച്ചാൽ അത് വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ മനസ്സുകളൊക്കെ ചുരുണ്ടുപോയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എല്ലാവർക്കും അതിന് സാധിക്കണമെന്നില്ല. പറ്റുന്നവരൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും. നന്ദി, നമസ്കാരം.